കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും റേഡിയോ ബെൻസുകൾ അവതരിപ്പിക്കുന്ന വിരൽത്തുമ്പിലെ വിസ്മയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോണിൽ വെള്ളം കയറിയോ? എങ്കിൽ ഈ ഓഡിയോ പ്ലേ ചെയ്യൂ. വെള്ളം ചീറ്റിത്തെറിക്കും. ഊണിലും ഉറക്കത്തിലും സ്മാർട്ട് ഫോൺ കൊണ്ടു നടക്കുന്നവർ ഏറെയാണ്. ഇപ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും പലരും സ്മാർട്ട് ഫോണിനെ കൂടെ കൂട്ടുന്നു. ഇങ്ങനെ താഴത്തും തറയിലും ഒക്കെ വെക്കാതെ കൊണ്ടു നടക്കുമെങ്കിലും നമ്മുടെ സ്മാർട്ട് ഫോണുകൾ ചിലപ്പോൾ വെള്ളത്തിലും മറ്റും വീഴാനും സ്മാർട്ട് ഫോണുകളിൽ വെള്ളം കയറാനുമൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ജലപ്രതിരോധ ഫീച്ചറുകൾ അടങ്ങിയ സ്മാർട്ട് ഫോണുകളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുന്നുമുണ്ട്. എങ്കിലും ചില ഘട്ടങ്ങളിൽ വെള്ളം കയറി നമ്മുടെ സ്മാർട്ട് ഫോണുകളുടെ പ്രവർത്തനം അവതാളത്തിലാകാറുണ്ട്. ഫോണിൽ വെള്ളം കയറിയാൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഇതിനോടകം നാം പലതവണ കേട്ടിട്ടുണ്ടാകും. എന്നാൽ സ്മാർട്ട് ഫോണിൻ്റെ സ്പീക്കറിൽ വെള്ളം കയറിയാൽ ഒരു ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ട് വെള്ളത്തെ പുറത്തു കളയാമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയും വെള്ളം കളയാമെന്ന് ചിലർ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതിനായി ചില ആപ്പുകളും വെബ്സൈറ്റുകളും സൗകര്യമൊരുക്കുകയും ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ഏറെ കൗതുകം തോന്നുന്നൊരു കാര്യം തന്നെയാണിത്. ഈ വിദ്യയിലൂടെ സ്പീക്കറിനുള്ളിൽ കയറിയ വെള്ളത്തെ എങ്ങനെയാണ് പുറത്തു കളയുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്മാർട്ട് ഫോണിൽ വെള്ളം കയറിയാൽ പലരും ആദ്യം ചെയ്യാൻ ശ്രമിക്കുക ഫോൺ കുടഞ്ഞ് അതിനുള്ളിൽ കയറിയ വെള്ളത്തെ പുറത്തേക്ക് തെറിപ്പിക്കാനാണ്. എന്നാൽ ഇത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാക്കുക എന്ന് പറയപ്പെടുന്നു. കുടയുമ്പോൾ വെള്ളം ഫോണിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോകാൻ സാധ്യത ഉള്ളതിനാലാണ് ഈ രീതി അപകടകരമാണെന്ന് പറയുന്നത്. അതിനാൽ ഒരു തുണിയെടുത്ത് സ്മാർട്ട് ഫോൺ കവർ ഊരി തുടയ്ക്കുക. പിന്നീട് ഗൂഗിൾ ബ്രൗസറിലെത്തി ഫിക്സ് മൈ സ്പീക്കേഴ്സ് എന്ന് തിരയുക. തുടർന്ന് www.fixmyspeakers.com എന്ന വെബ്സൈറ്റ് പേജിലേക്ക് പോവുക. അതിനു മുൻപായി നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ വോളിയം ബട്ടൺ അമർത്തി ഏറ്റവും ഉയർന്ന വോളിയം സെറ്റ് ചെയ്യുക. സൈറ്റിൽ പ്രവേശിച്ച ശേഷം വെബ്സൈറ്റിലെ സ്ക്രീനിൽ കാണുന്ന വെള്ളത്തുള്ളിയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വിവിധ ഫ്രീക്വൻസിയിലുള്ള ഓഡിയോ പ്ലേ ആകും. വിവിധ ഉയർച്ച താഴ്ചകളിലൂടെ ഈ ശബ്ദം കടന്നു പോകുന്നു. അപ്പോഴേക്കും വെള്ളം പുറത്തേക്ക് തെറിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഉപയോക്താക്കൾ പിന്തുടരേണ്ട രീതികൾ വെബ്സൈറ്റിൽ വിശദമായി വീഡിയോ സഹിതം നൽകിയിട്ടുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ സ്പീക്കറിൽ കയറിയ വെള്ളം ഇതുവഴി പുറത്തു കളയാം എന്നാണ് വെബ്സൈറ്റ് അവകാശപ്പെടുന്നത്. എങ്ങനെയാണ് ഈ രീതിയിൽ സൗണ്ട് പ്ലേ ചെയ്യുമ്പോൾ ഫോണിൻ്റെ ഉള്ളിലുള്ള ജലം പുറത്തേക്ക് പോകുന്നത് എന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കുന്നുമുണ്ട്. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നിങ്ങളുടെയോ സുഹൃത്തുക്കളുടെയോ സ്പീക്കറിൽ വെള്ളം കയറിയാൽ ഈ മാർഗം പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എങ്കിലും നന്നായി വെള്ളം കയറിയ ഫോൺ ആണെങ്കിൽ സർവീസ് സെന്ററിൽ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിനു മുൻപ് വെള്ളം കയറിയാൽ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. ഫോൺ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. സിം കാർഡ് ഊരി മാറ്റുക. കവറും സ്ക്രീൻ പ്രൊട്ടക്ടറും അടക്കം ഊരി മാറ്റുക. തുണി ഉപയോഗിച്ച് നന്നായി തുടയ്ക്കുക എന്നിവയൊക്കെയാണ് അവ. ഫോൺ വെള്ളത്തിൽ വീണാൽ ഫോണിലെ വെള്ളമെല്ലാം പുറത്തു പോയി എന്ന് ഉറപ്പാകാതെ ഒരു കാരണവശാലും ചാർജ് ചെയ്യാൻ ശ്രമിക്കാനും പാടില്ല. അത് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ടിനും ഫോണിൻ്റെ നാശത്തിനും ഇടവരുത്തിയേക്കും. സ്മാർട്ട് ഫോണിൽ വെള്ളം കയറിയെന്ന് ബോധ്യമായാൽ സർവീസ് സെന്ററിന്റെ സഹായം തേടുന്നത് തന്നെയാണ് കൂടുതൽ സുരക്ഷിതം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിരൽത്തുമ്പിലെ വിസ്മയം. തയ്യാറാക്കി അവതരിപ്പിച്ചത് നാദിർ ഷാ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്.